Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. Genesis 7 verse 11d. And the windows of heaven were opened. ഉൽപ്പത്തി പുസ്തകം 7 അധ്യായം 11 വാക്യത്തിന്റെ അവസാന ഭാഗം. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. וערבת השמיים נפתחו. Can you identify the letters? Do you find the letter Vav? It denotes conjunction over here. So first letter is Aleph, then Resh, then letter Beth, and finally Tau. നിങ്ങൾക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? വാവ് എന്ന അക്ഷരം കണ്ടോ? അത് ഇവിടെ കൺജങ്ഷൻ ആണ്. അതിനാൽ അതിനുശേഷം വരുന്ന ആദ്യ അക്ഷരം ആലഫ്, പിന്നെ രേഷ്, പിന്നെ അക്ഷരം ബേത്ത്, ഒടുവിൽ തോ. Below we see the word ending with the letter He. It is the original form of the word. Now let's learn it. ഹേ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്ക് താഴെ കാണാം. ഇത് വാക്കിന്റെ യഥാർത്ഥ രൂപമാണ്. ഇപ്പോൾ അത് നമുക്ക് പഠിക്കാം. Before that, let's look at how the Hebrew conjunction is used. അതിനു മുമ്പ് എങ്ങനെയാണ് ഹിബ്രു കൺജങ്ഷൻ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അത. In Hebrew, it's a personal pronoun. Personal pronoun second person masculine singular. അത. ഹീബ്രുവിൽ ഇത് ഒരു വ്യക്തിഗത സർവനാമമാണ്. വ്യക്തിഗത സർവനാമം രണ്ടാമത്തെ വ്യക്തി പുരുഷ ഏകവചനം. Second person masculine singular. English is simple way to understand, right? When the conjunction was added with this, the pronunciation also changed and become. വത. ഇതിനോട് കൂടി കൺജങ്ഷൻ ചേർത്തപ്പോൾ ഇത്. വത. എന്നായി. When the conjunction Vav was added with this, the pronunciation also changed. Please notice the nikud symbol Shiva under the letter Vav. ഇതിനോടൊപ്പം വ എന്ന സംയോജനം ചേർത്തപ്പോൾ ഉച്ചാരണവും മാറി. വാവ് എന്ന അക്ഷരത്തിന് താഴെയുള്ള ശിവ എന്ന നികുത് ചിഹ്നം ദയവായി ശ്രദ്ധിക്കുക. In English there is the conjunction and, just like that, in Hebrew there is the letter Vav and nikud shua together is a conjunction. ഇംഗ്ലീഷിൽ ആൻഡ് എന്ന കൺജങ്ഷൻ ഉള്ളതുപോലെ ഹീബ്രുവിൽ വാവ് എന്ന അക്ഷരവും നികുത് ശിവ എന്നത് ഒരുമിച്ചുള്ള സംയോജനവുമാണ് കൺജങ്ഷൻ. In Hebrew, the letter Vav, with a shua vowel point, which is a very short, almost silent vowel, functions as the conjunction and. ഹീബ്രുവിൽ ശിവ എന്ന നിക്കൂത് സ്വരാക്ഷര ബിന്ദുവോടുകൂടിയ വോ എന്ന അക്ഷരം ഇത് വളരെ ഹ്രസ്വവും ഏതാണ്ട് നിശബ്ദവുമായ സ്വരാക്ഷരമാണ് ആൻഡ് എന്ന സംയോജനമായി പ്രവർത്തിക്കുന്നു. Before a word beginning with a simple shua or a labial, the conjunction will be pointed Vav, or just like symbol shurek. Labials in Hebrew are letters Beth, Vav, name, and Pei. ഒരു ലളിതമായ ശിവ അല്ലെങ്കിൽ ഒരു ലിബിയലിൽ ആരംഭിക്കുന്ന ഒരു വാക്കിനു മുമ്പ് സംയോജനം വാവ് അല്ലെങ്കിൽ ഷുറയ്ക്ക് ചിഹ്നം പോലെ സൂചിപ്പിക്കും. ഹീബ്രുവിലെ ലാബിയലുകൾ ബെത്ത്, വാവ്, മെയിം, പേ എന്നീ അക്ഷരങ്ങളാണ്. Let's look a word beginning with labials and how the conjunction looks like. നമുക്ക് ഒരു വാക്ക് നോക്കാം. കൺജങ്ഷൻ എങ്ങനെ കാണപ്പെടുന്നു. Ben means a son. Uven means and a son. Conjunction is Vav. Ben എന്നാൽ പുത്രൻ എന്നാണ്. Uven എന്നാൽ പുത്രനും എന്ന് മനസ്സിൽ ആക്കുക. This word is debarim, which means words. When the conjunction is added, it can be read as wudbarim. This means words, and that is the difference. It is important to note that instead of Vav with Shiva, it looks like the vowel sign Shirak. ഈ വാക്ക് ഡെബ്ബരിം എന്നാണ്. അതിന്റെ അർത്ഥം വാക്കുകൾ എന്നാണ്. വുഡബ്ബരിം എന്ന് കൺജങ്ഷൻ ചേർക്കുമ്പോൾ വായിക്കാം. ഇതിനർത്ഥം വാക്കുകളും എന്നാകും. അതാണ് വ്യത്യാസം. ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ശിവയോടൊപ്പം വോ വരുന്നതിനു പകരം ഷുറക് എന്ന വോവൽ സൈൻ പോലെ ആകും. Let's look at another word, Judah. It starts with the letter Yod and a Shiva in it. In this case, the letter Yod will lose its vowel and conjunction will be pronounced like Vav with Hyrek Yod. With Judah. യഹൂദ എന്ന മറ്റൊരു വാക്ക് നോക്കാം. അത് ആരംഭിക്കുന്നത് യോദ് എന്ന അക്ഷരത്തിലും അതിൽ ഒരു ശിവയും ഉണ്ട്. ഈ സാഹചര്യത്തിൽ യോദ് എന്ന അക്ഷരത്തിന് അതിന്റെ സ്വരാക്ഷരങ്ങൾ നഷ്ടപ്പെടുകയും കൺജങ്ഷൻ ഹിരക്ക് യോദ് ഉപയോഗിച്ചു വരുന്ന അക്ഷരം വോ പോലെ ഉച്ചരിക്കുകയും ചെയ്യും. വിഹൂദ എന്നു വേണമെങ്കിൽ ഉച്ചരിക്കാൻ കഴിയും. Let's look at one more word. In this case, before a word beginning with a composite Shiva, the conjunction is pointed with a corresponding short vowel. ഒരു വാക്ക് കൂടി നോക്കാം. ഈ സാഹചര്യത്തിൽ ഒരു സംയോജിത ശിവ അഥവാ കമ്പോസിറ്റ് ശിവ ആരംഭിക്കുന്ന ഒരു പദത്തിനു മുമ്പ് അനുബന്ധമായ ചെറിയ സ്വരാക്ഷരമാണ് ഉപയോഗിക്കേണ്ടത്. If you want to see details about simple shua, please click on the I button. Please like, share, and subscribe to our YouTube channel and press the bell icon to get notifications for all our videos, and please don't forget to comment below. എല്ലാ വീഡിയോകൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ദയവായി ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.
In description there you can see chapter-wise clickable timestamps. Start with 00 column 00. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 00 കോളം 00യിൽ ആരംഭിക്കുന്ന ചാപ്റ്റർ തിരിച്ച് ക്ലിക്ക് ചെയ്യാവുന്ന ടൈം സ്റ്റാമ്പുകൾ നിങ്ങൾക്ക് കാണാം. Thank you for watching our videos. Have a great time with you.